സുപ്രഭാതം. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. ബെർലിൻ പ്രൈഡ് പരേഡിന് നേരെയുണ്ടായ ആക്രമണം, കീവിന് സമീപം നടന്ന ദാരുണമായ റഷ്യൻ വ്യോമാക്രമണം, ഹോർമുസ് കടലിടുക്കിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ബെർലിനിലെ ടിയർഗാർട്ടൻ പാർക്കിന് സമീപം പ്രൈഡ് ആഘോഷങ്ങൾക്കിടെ ജനക്കൂട്ടത്തിലേക്ക് വാഹനം ഇടിച്ചുകയറി. സംഭവത്തെ തുടർന്ന് വൻ സുരക്ഷാ സന്നാഹമാണ് പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജർമ്മൻ സർക്കാരിന്റെ ഉന്നതതലങ്ങളിൽ നിന്ന് സംഭവത്തിൽ ശക്തമായ അപലപനമുയർന്നു. ഇതൊരു ഹീനമായ ആക്രമണമാണെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സംഭവത്തിന്റെ പിന്നിലെ ഉദ്ദേശ്യത്തെക്കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബിബിസിയുടെ റിപ്പോർട്ട് പ്രകാരം വാഹനം ഓടിച്ച പ്രതിയെ പോലീസ് നടത്തിയ ഓപ്പറേഷനിടെ വെടിവെച്ചു കൊന്നു. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സംഭവത്തിന് പിന്നാലെ വലിയ തിരച്ചിൽ നടത്തിയിരുന്നതായും ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു. അടിയന്തര സേവന വിഭാഗങ്ങൾ പാർക്ക് വളച്ചുകെട്ടി സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. പ്രതിയുടെ തിരിച്ചറിയൽ രേഖകളും സംഭവത്തിന്റെ കൃത്യമായ സമയക്രമവും ഫെഡറൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചുവരികയാണ്. നഗരം അതീവ ജാഗ്രതയിലായതിനാൽ ഫോറൻസിക് സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി പൊതുജനങ്ങൾ ടിയർഗാർട്ടൻ പ്രദേശം ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. പ്രാദേശിക പോലീസ് കൂടുതൽ വിവരങ്ങൾ സ്ഥിരീകരിക്കുന്ന മുറയ്ക്ക് ബിബിസി തത്സമയം അപ്ഡേറ്റുകൾ നൽകുന്നുണ്ട്. തലസ്ഥാനത്തെ ഈ സുരക്ഷാ പ്രതിസന്ധിയെക്കുറിച്ച് ജർമ്മൻ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷിച്ചുവരികയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക. കുവൈത്തിലെ തൊഴിൽ വിപണിയിലെ അവകാശങ്ങളും കടമകളും സംബന്ധിച്ച് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. തൊഴിലുടമകളും തൊഴിലാളികളും തൊഴിലിടങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങളും കരാർ വ്യവസ്ഥകളും കൃത്യമായി പാലിക്കണമെന്ന് അറബ് ടൈംസ് കുവൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. സുരക്ഷിതവും സുതാര്യവുമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കുക എന്നത് സ്വകാര്യ മേഖലയുടെ സ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് അതോറിറ്റി വ്യക്തമാക്കി. തൊഴിൽ കരാറുകളുടെ രേഖപ്പെടുത്തൽ, ആരോഗ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യം, തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിയമപരമായ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ഈ നിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്നു. തൊഴിലിടങ്ങളിലെ പരാതികൾ കുറയ്ക്കാനും കുവൈറ്റ് നിയമപ്രകാരമുള്ള അവകാശങ്ങളെക്കുറിച്ച് എല്ലാവരെയും ബോധവൽക്കരിക്കാനുമാണ് അതോറിറ്റി ലക്ഷ്യമിടുന്നത്. തൊഴിലുടമകൾ തങ്ങളുടെ ആഭ്യന്തര നയങ്ങൾ ഈ നിർദ്ദേശങ്ങൾക്കനുസൃതമായി പരിഷ്കരിക്കണമെന്നും തൊഴിലാളികൾ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നും അതോറിറ്റി നിർദ്ദേശിച്ചു. കുവൈറ്റിലെ സ്വദേശികളും വിദേശികളുമായ മുഴുവൻ തൊഴിലാളികൾക്കും സുരക്ഷിതവും നീതിയുക്തവുമായ തൊഴിൽ സാഹചര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. കൂടുതൽ വാർത്തകൾക്കായി ദൃഢമായി തുടരുക. ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും സംഘർഷാവസ്ഥ. തിങ്കളാഴ്ച പുലർച്ചെ 6 കപ്പലുകൾ അനധികൃതമായി ഈ തന്ത്രപ്രധാനമായ പാതയിലൂടെ കടന്നുപോകാൻ ശ്രമിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇറാനിയൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്ററായ ആറബിയെ ഉദ്ധരിച്ച് സൗദി ഗസറ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാനിയൻ അധികൃതർ സുരക്ഷിതമല്ലാത്തതും നിയമവിരുദ്ധവുമാണെന്ന് പ്രഖ്യാപിച്ച പാതയിലൂടെ സഞ്ചരിക്കുന്നതിന് മുൻപ് ഈ കപ്പലുകൾ തങ്ങളുടെ നാവിഗേഷൻ, പൊസിഷനിംഗ് സംവിധാനങ്ങൾ ഓഫാക്കിയിരുന്നു. മേഖലയിൽ പ്രവർത്തിക്കുന്ന യുഎസ് സേനയെ പ്രകോപിപ്പിക്കാനാണ് കപ്പലുകൾ ശ്രമിച്ചതെന്ന് ഉന്നത വൃത്തങ്ങൾ ആരോപിക്കുന്നു. ഇതിൽ ഒരു കപ്പലിൽ അനിഷ്ടസംഭവം ഉണ്ടായതായും ബാക്കി 5 കപ്പലുകളെ ഇറാനിയൻ നിയന്ത്രണത്തിലുള്ള അറബിക്കടലിലേക്ക് തിരിച്ചുവിട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു. കപ്പലുകൾ ഏത് രാജ്യത്തിന്റേതാണെന്നോ ജീവനക്കാരുടെ വിവരങ്ങളോ നടന്ന സംഭവത്തിന്റെ സ്വഭാവമോ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത പാതകൾ കൃത്യമായി നിർവചിക്കപ്പെട്ടതാണെന്നും ഇതിൽ നിന്നുള്ള ഏത് വ്യതിയാനവും വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുമെന്നും ഇറാനിയൻ അധികൃതർ മുന്നറിയിപ്പ് നൽകി. കടലിടുക്കിലെ ഗതാഗതം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ദിവസവും നിരവധി കപ്പലുകളെ തങ്ങൾ തിരിച്ചുവിടുന്നുണ്ടെന്നും ഇറാൻ വ്യക്തമാക്കി. ഈ ആരോപണങ്ങളോട് യുഎസ് സൈന്യം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ആഗോള ഊർജ്ജ വിതരണത്തിലെ നിർണായക കേന്ദ്രമായ ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകളുടെ നീക്കം പ്രാദേശിക മാരിടൈം അധികൃതർ തുടർച്ചയായി നിരീക്ഷിച്ചുവരികയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ദൃഢമായി തുടരുക. കീവിന് സമീപം നടന്ന ഡ്രോൺ പ്രദർശനത്തിന് നേരെ റഷ്യ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ കുറഞ്ഞത് 10 പേർ കൊല്ലപ്പെട്ടു. ഉക്രൈനിയൻ പ്രതിരോധ മേഖലയിലെ പ്രമുഖർ പുതിയ സാങ്കേതികവിദ്യകൾ പ്രദർശിപ്പിക്കാനായി ഒത്തുചേർന്ന വേദിയിലാണ് പകൽ സമയത്ത് ആക്രമണമുണ്ടായത്. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സംഭവസ്ഥലത്തുണ്ടായിരുന്ന പ്രതിരോധ വിദഗ്ധർക്കും പങ്കെടുത്തവർക്കും വലിയ തോതിൽ ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നാലെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി അടിയന്തര സേനാവിഭാഗങ്ങളെ സ്ഥലത്തെത്തിച്ചെങ്കിലും നാശനഷ്ടങ്ങളുടെ വ്യാപ്തി രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഉക്രൈന്റെ സൈനിക നീക്കങ്ങളിൽ നിർണായകമായ ആളില്ലാ വിമാനങ്ങളുടെ നിർമ്മാണത്തിലെ പുരോഗതി എടുത്തു കാണിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഈ പ്രദർശനം. അതിനാൽ തന്നെ ഇതൊരു വലിയ പ്രകോപനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ആക്രമണത്തെക്കുറിച്ച് റഷ്യൻ അധികൃതർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഉക്രൈന്റെ ആഭ്യന്തര പ്രതിരോധ നിർമ്മാണശേഷിയെ തകർക്കാനുള്ള നേരിട്ടുള്ള ശ്രമമായാണ് ഇതിനെ കാണുന്നത്.
ആക്രമണത്തിന് ഉപയോഗിച്ച മിസൈലിന്റെ കൃത്യമായ വിവരങ്ങളും കൊല്ലപ്പെട്ടവരുടെ വിവരങ്ങളും കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രാദേശിക അധികാരികളിൽ നിന്നും അന്താരാഷ്ട്ര നിരീക്ഷകരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ സാഹചര്യം നിരീക്ഷിക്കുന്നത് തുടരും. കൊറിയൻ ഉപദ്വീപിലെ ആണവ നിരായുധീകരണം സംബന്ധിച്ച് ആസിയാൻ റീജിയണൽ ഫോറം മുന്നോട്ടുവെച്ച ആവശ്യം ഉത്തര കൊറിയ ഔദ്യോഗികമായി തള്ളി. ആണവായുധ പരിപാടി തങ്ങളുടെ ദേശീയ സുരക്ഷയുടെ അവിഭാജ്യ ഘടകമാണെന്ന് വ്യക്തമാക്കിയ പ്യോങ്യാങ് ആസിയാൻ ഫോറത്തിന്റെ കൂട്ടായ ആവശ്യത്തെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. QNA റിപ്പോർട്ട് പ്രകാരം ഫോറത്തിന് പിന്നാലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ തങ്ങളുടെ ആണവായുധ ശേഖരം വികസിപ്പിക്കുന്നത് തുടരുമെന്നും നിരായുധീകരണത്തിനായുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ഉത്തര കൊറിയൻ അധികൃതർ വ്യക്തമാക്കി. പ്യോങ്യാങ്ങും അന്താരാഷ്ട്ര സമൂഹവും തമ്മിലുള്ള നയതന്ത്ര പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നതിലേക്കാണ് ഈ നിലപാട് വിരൽ ചൂണ്ടുന്നത്. ഇന്തോ-പസഫിക് മേഖലയിലെ സുരക്ഷാ ചർച്ചകൾക്കുള്ള പ്രധാന വേദിയായ ആസിയാൻ ഫോറം മേഖലയിലെ സ്ഥിരത ഉറപ്പാക്കാൻ ആണവരഹിത മേഖലയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞിരുന്നു. എന്നാൽ ആണവ നിരായുധീകരണ ചർച്ചകളിലേക്ക് മടങ്ങാനുള്ള ആഹ്വാനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് തങ്ങളുടെ നിലവിലെ തന്ത്രപരമായ പാതയിൽ ഉറച്ചുനിൽക്കുമെന്ന വ്യക്തമായ സൂചനയാണ് ഉത്തര കൊറിയ നൽകുന്നത്. തങ്ങൾ ഒരു ആണവ രാഷ്ട്രമാണെന്ന് നിയമപരമായി തന്നെ ഉത്തര കൊറിയ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത്തരമൊരു നിലപാട് ഉണ്ടായിരിക്കുന്നത്. ബഹുരാഷ്ട്ര നയതന്ത്ര ചർച്ചകളേക്കാൾ സൈനിക വികസനത്തിന് മുൻഗണന നൽകുന്ന പ്യോങ്യാങ്ങിന്റെ ഈ തീരുമാനം കൊറിയൻ ഉപദ്വീപിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ധഡ്രന് വേണ്ടി റിപ്പോർട്ട്. ബീഹാറിലെ പ്രതിഷേധത്തിനിടെ പ്രതിഷേധക്കാർ പുള്ളിപ്പുലിയെ കൊണ്ടുപോകുന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് ജഡ്ജ് കണ്ടെത്തുന്നു. പാകിസ്ഥാൻ ചീഫ് ജസ്റ്റിസുമായി ബന്ധപ്പെട്ട സമീപകാല സംഭവങ്ങളുമായി ഈ ദൃശ്യങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. വീഡിയോയുടെ ഉറവിടത്തെക്കുറിച്ച് ദ ക്വിൻറ്റ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഇതൊരു പുതിയ ദൃശ്യമല്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 2026 മെയ് മാസത്തിലേതാണ് ഈ വീഡിയോ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളോ പ്രതിഷേധങ്ങളോ ആയി ഇതിന് ഒരു ബന്ധവുമില്ല. ഈ സംഭവം അടുത്തിടെ നടന്നതാണെന്ന വാദം തെറ്റിദ്ധാരണാജനകവും വസ്തുതാവിരുദ്ധവുമാണ്. ദൃശ്യങ്ങൾ വിശകലനം ചെയ്തതിലൂടെയും സമയരേഖ പരിശോധിച്ചതിലൂടെയും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ പഴയ വീഡിയോ തെറ്റായ വിവരണത്തോടെ പ്രചരിപ്പിക്കുകയാണെന്ന് അന്വേഷകർ സ്ഥിരീകരിച്ചു. ഈ വാർത്തയ്ക്ക് ഞങ്ങൾ 100-95 സത്യസന്ധതാ സ്കോർ നൽകുന്നു, കാരണം ഇത് പഴയതും അപ്രസക്തവുമായ ഒരു വീഡിയോയാണെന്ന് തെളിവുകൾ വ്യക്തമാക്കുന്നു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഇത്തരം സെൻസേഷണൽ വാർത്തകൾ കാണുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും വ്യാജവാർത്തകളും യഥാർത്ഥ വാർത്തകളും തിരിച്ചറിയാൻ വിശ്വസനീയമായ മാധ്യമങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. വസ്തുതകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ വിശ്വസിച്ചതിന് നന്ദി. ഈ ബുള്ളറ്റിനിലെ ഓരോ വാർത്തയും കൃത്യമായി പരിശോധിച്ചതിനു ശേഷം മാത്രമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സത്യം പരിശോധിച്ചത്.